നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ. ലോകം നിങ്ങളെ അത്ഭുതത്തോടെ നോക്കും. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. എൻ്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ എക്സാമൊക്കെ വരുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഒരു ചരട് കയ്യിലിങ്ങനെ മന്ത്രിച്ചിട്ടുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ചരട് കെട്ടിക്കഴിയുമ്പോൾ ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്കെന്താണ് നല്ല മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസത്തോടെ കൂടി പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടും. ആക്ച്വലി എന്നെ മാറ്റിയത് ആ ചരടല്ല, ആ ചരട് എൻ്റെ മനസ്സിൽ ഉണർത്തിയ ഒരു വിശ്വാസമായിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ഒരു പ്രാർത്ഥന, ഒരു മന്ത്രം, ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു ചെറിയ ഓർമ്മ, ഇവയ്ക്കെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ധൈര്യം ഉണർത്താൻ കഴിയും. വിശ്വാസം മനസ്സിൽ ജനിക്കുമ്പോൾ പ്രവൃത്തിയിൽ ആത്മവിശ്വാസം വരും. ആ ആത്മവിശ്വാസമാണ് പലപ്പോഴും വിജയത്തിലേക്കുള്ള ആദ്യ ചുവടാകുന്നത്. നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ അമ്പലത്തിലെല്ലാം പോകുമ്പോൾ ഒരു വലിയ ആനേനെ ഒരു ചെറിയ കയറിൽ കെട്ടിയിട്ട് കാണാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആക്ച്വലി ആ ആന ചെറിയൊരു ആനക്കുട്ടി ആയിരിക്കുമ്പോൾ അതിൻ്റെ പാപ്പാൻ അങ്ങനെ കെട്ടിവെച്ചതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടാകുമ്പോൾ ആനക്ക് ആ കയറ് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോഴും വലുതായിട്ടും ആ ചെറിയ ഒരു കയറിൻ്റെ കഷ്ണത്തിൽ തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു ചങ്ങലയിൽ ആ ഒരു ആന ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. ആന ഒന്ന് ശ്രമിക്കുന്നു പോലുമില്ല അതിൽ നിന്നൊന്ന് വിട്ടുമാറി പോകാൻ പറ്റുമോന്ന്. കാരണം എന്താണ്? അതിൻ്റെ മനസ്സിൽ ഒരു അടിയുറച്ചൊരു വിശ്വാസമുണ്ട്. എനിക്ക് പറ്റില്ല, എനിക്ക് ആ കയറ് പൊട്ടിച്ച് ദൂരെ പോകാൻ പറ്റില്ല എന്നൊരു വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ തടയുന്നത് സാഹചര്യങ്ങളല്ല, വിശ്വാസങ്ങളാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറില്ലേ, എനിക്കത് കഴിയില്ല, ഞാൻ അത്ര ബുദ്ധിമാനല്ല, എൻ്റെ വിധി ഇതാണ്, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതം മാറില്ല. ആക്ച്വലി ഇവയൊന്നും സത്യങ്ങളല്ല. ഇവയെല്ലാം നിങ്ങൾ സത്യമായി വിശ്വസിക്കുന്ന കഥകളാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് കഴിവുകളല്ല, നമ്മുടെ വിശ്വാസങ്ങളാണ്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴുന്നു? 1, 2, എത്രയോ 50 തവണ പോലും വീഴുന്നു. പക്ഷെ ഒരു തവണ പോലും അത് പറയുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതിനത്രയ്ക്ക് വിശ്വാസമാണ് എനിക്ക് പൂർണ്ണമായും നടക്കാൻ പറ്റുമെന്ന്. ആ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും നടക്കുകയില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട, ജീവിതം ഒരു കണ്ണാടിയാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ അത് നിങ്ങളോട് ചിരിക്കും. നിങ്ങൾ അതിനെ വിശ്വസിക്കുമ്പോൾ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ തോൽവി പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോലും വിജയിക്കാൻ ശ്രമിക്കില്ല. കാരണം നമ്മുടെ ഉപബോധ മനസ്സ് നാം ആവർത്തിച്ച് വിശ്വസിക്കുന്നതിനെ സത്യമാണെന്ന് കരുതും. അതുകൊണ്ടാണ് എനിക്ക് കഴിയില്ല എന്ന് ദിവസവും പറയുന്ന ഒരാളുടെ ജീവിതം ഒരു ദിശയിലേക്ക് പോകുന്നത്, എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോകുന്നത്. ഈ വിശ്വാസം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന ചിന്തകൾ വികാരങ്ങളാകുന്നു, വികാരങ്ങൾ തീരുമാനങ്ങളാകുന്നു, തീരുമാനങ്ങൾ പ്രവൃത്തികളാകുന്നു, പ്രവൃത്തികൾ ശീലങ്ങളാകുന്നു, ശീലങ്ങൾ നമ്മുടെ ഭാവി നിർമ്മിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, ലോകത്തിലെ അനേകം വിജയികളുടെ കഥ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ. അവർക്ക് ആദ്യം ലഭിച്ചത് പണമല്ല, സഹായമല്ല, അവസരങ്ങളുമല്ല. അവർക്കൊക്കെ ഒരു വിശ്വാസമാണ്. ഒരു ദിവസം ഞാൻ ജയിക്കും എന്ന വിശ്വാസം. മറ്റുള്ളവർ കാണാത്ത ഭാവി അവർ ആദ്യം തന്നെ മനസ്സിൽ കണ്ടു. അതുകൊണ്ട് ആദ്യം അവർക്ക് വിശ്വാസമുണ്ടായി, പിന്നെ അവരുടെ കൂടെ വിജയവും വന്നു. നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള കുറച്ച് വിശ്വാസങ്ങൾ ഡെയിലി നമ്മൾ ഇങ്ങനെ പറയണം. ഞാൻ പഠിക്കും, ഞാൻ അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും, എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്, നല്ല കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു, ഞാൻ എൻ്റെ ഏറ്റവും മികച്ച ജീവിതം സൃഷ്ടിക്കുകയാണ്. ഈ വാക്കുകൾ വെറുതെ പറയരുത്, ഫീലിങ്ങോടുകൂടി പറയണം. ഇന്ന് നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഇതുവരെ വിശ്വസിച്ചിരുന്ന പഴയ കഥകളുമായി ജീവിക്കുക, അല്ലെങ്കിൽ ഇന്നു മുതൽ ഒരു പുതിയ വിശ്വാസം തിരഞ്ഞെടുക്കുക. ഓർമ്മിക്കുക, പർവ്വതങ്ങളെ നീക്കുന്നത് ശക്തിയല്ല, അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന മനസ്സാണ്. നിങ്ങൾ
നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ദിവസം, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്ന ദിവസം അല്ല, നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറുന്ന ദിവസമാണ്. വിശ്വാസം കാണാത്തത് കാണുന്നു, കാണാത്തത് സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ചതിനെ യാഥാർത്ഥ്യമാക്കുന്നു. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന നിമിഷം ലോകം നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. സോ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിക്കട്ടെ. താങ്ക് യു.